നമസ്കാരം പ്രിയപ്പെട്ടവരെ. ആരാകും നിങ്ങളുടെ എം പി എന്ന പരമ്പരയിൽ ഇന്ന് കോട്ടയം ലോക്സഭാ മണ്ഡലം. കോട്ടയത്തിനും 52 മുതൽ പറയാനുണ്ട്. തിരുവച്ചിയുടെ ഭാഗമായി കോട്ടയത്ത് ഇലക്ഷൻ നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ 2024 വരുമ്പോൾ 18ാം ലോക്സഭയിലേക്ക് 17 മത്സരങ്ങളെക്കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. 1952 മുതൽ തിരുവച്ചിയുടെ ഭാഗമായിരിക്കുന്ന കാലം മുതൽ ഈ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചരിത്രം നമ്മൾ പറയുമ്പോൾ അതിൽ കൂടുതലും കേരള കോൺഗ്രസിൻ്റെ ചരിത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്, അല്ലേ? കേരള കോൺഗ്രസിൻ്റെ ചരിത്രം കൂടിയാണ്. അതെ, കേരള കോൺഗ്രസിൻ്റെ ചരിത്രം കൂടിയാണ്. 64 മുതൽ കേരള കോൺഗ്രസ് നിലവിലുണ്ടല്ലോ. അപ്പോൾ അതിൽ ഈ മത്സരിച്ചവർ, ജയിച്ചവർ, തോറ്റവർ ഒക്കെ പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം കേരള കോൺഗ്രസ് മാറിയും തിരിഞ്ഞ് നിന്നു. ഇപ്പം ഏറ്റവും വലിയ ഉദാഹരണം തന്നെ ഇപ്പം മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ തുടങ്ങാമല്ലോ. ഇപ്പം മത്സരിക്കുന്ന 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് നോക്കാം. തോമസ് ചാഴികാടൻ കേരള കോൺഗ്രസ് എമ്മിലാണ് അദ്ദേഹം ഇപ്പോൾ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്പോഴത്തെ സിറ്റിംഗ് എം പിയാണ്. മാത്രമല്ല അദ്ദേഹം UDFന്റെ കാൻഡിഡേറ്റായിട്ട് നിന്നാണ് ജയിച്ചത്. ഇപ്പോൾ LDFന്റെ കാൻഡിഡേറ്റായിട്ട് മത്സരിക്കുന്നത്. കാരണം കേരള കോൺഗ്രസ് എം ഇപ്പോൾ LDFന്റെ ഭാഗമാണ്. അതെ. ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസ്, ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ്. അതെ, ബ്രാക്കറ്റ് ഇല്ലാത്ത കേരള കോൺഗ്രസ് ആണ് ഇപ്പോൾ കെ ഫ്രാൻസിസ് ജോർജ് നിലവിൽ. നേരത്തെ അദ്ദേഹത്തിന് ബ്രാക്കറ്റ് ഉണ്ടായിരുന്നു, ജനാധിപത്യ കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നു അദ്ദേഹം. ഇപ്പം നമ്മൾ കേരള കോൺഗ്രസ് എത്ര എണ്ണം ഉണ്ടെന്ന് കൂടി ഇതിൽ പറയാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. നോക്കാം, എളുപ്പമല്ല അത്, എല്ലാം അത്ര എളുപ്പമല്ല. നമുക്ക് അതിൽ പറഞ്ഞു നോക്കാം. പിന്നെ തുഷാർ വെള്ളാപ്പള്ളിയാണ് BDJSന്റെ കാൻഡിഡേറ്റായിട്ട് BJPയുടെ പിന്തുണയോടെ അല്ലെങ്കിൽ NDA കാൻഡിഡേറ്റായിട്ട് മത്സരിക്കുന്നത് തുഷാർ വെള്ളാപ്പള്ളി, BDJS. അപ്പോൾ പ്രധാന മത്സരങ്ങൾ LDFും UDFും തമ്മിൽ തന്നെയാണ്. അപ്പോൾ കെ ഫ്രാൻസിസ് ജോർജാണ് UDFന്റെ കാൻഡിഡേറ്റ്. അദ്ദേഹം ഇപ്പോൾ കേരള കോൺഗ്രസ് ആയിട്ടാണ് മത്സരിക്കുന്നത്. കേരള കോൺഗ്രസ് ബ്രാക്കറ്റ് ഇല്ല. പിന്നെ എതിരായിട്ട് മത്സരിക്കുന്നത് തോമസ് ചാഴിക്കാടൻ, കേരള കോൺഗ്രസ് M, അത് LDFന്റെ കാൻഡിഡേറ്റ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതെല്ലാം തെറ്റിപ്പോകും. എന്തായാലും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. അത് ഏതൊക്കെ ജില്ലകളിലാണെന്ന് നോക്കാം. പിറവം, പാല, കടുത്തുരുത്തി, വൈക്കം, ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി, ഇത്രയാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിനുള്ളിൽ വരുന്ന നിയമസഭാ സീറ്റുകൾ. അതിലിപ്പോ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും പരിചയമുള്ള കുറെ മണ്ഡലങ്ങളുണ്ട്. അതെ അതെ. കോട്ടയംകാർക്ക് അല്ലാത്തവർക്കും അല്ലെങ്കിൽ രാഷ്ട്രീയം വലിയ താല്പര്യം ഇല്ലാത്തവർക്ക് പോലും പെട്ടെന്ന് പരിചയമുള്ള പുതുപ്പള്ളി ഉണ്ട്, അല്ലെ? പുതുപ്പള്ളി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ ഉള്ള സ്ഥലം കൂടിയാണ് പിറവം. പിറവം പക്ഷേ എറണാകുളം ജില്ല. പിന്നെ പാല പാലയൊക്കെ പരിചയമില്ലാത്തവരുണ്ട്, കെ മാണിയും ഒക്കെ അല്ലേ? അതെ അതെ. ഒരു കാലത്ത്, ഇപ്പോഴല്ല, ഇപ്പൊ മാറിപ്പോയി, എല്ലാം മാറി. എന്തായാലും കോട്ടയം ലോക്സഭാ മണ്ഡലം എറണാകുളം, കോട്ടയം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കും. ഇപ്പം നമ്മൾ 7 നിയമസഭാ മണ്ഡലങ്ങൾ പറഞ്ഞല്ലോ. അതിൽ പിറവം എറണാകുളം ജില്ലയിലാണ്, ബാക്കിയുള്ള എല്ലാം കോട്ടയം ജില്ലയിലാണ്. ഇനി ഈ പിറവം, പാല, കടുത്തുരുത്തി, വൈക്കം, ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി പറയുമ്പോൾ ഇപ്പം നിലവിൽ ഇതിൽ എത്ര LDF എത്ര UDF കൂടി പറയേണ്ടി വരും? ഇതിലിപ്പോൾ വൈക്കവും ഏറ്റുമാനൂർ ഇത് രണ്ടും മാത്രമാണ് LDF. ബാക്കി 5 UDF. 5. ഇതിലിപ്പോൾ പിന്നെ VN വാസവന്റെ മണ്ഡലമാണ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മണ്ഡലങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ചാണ്ടിയുമ്മന്റെ മത്സരം ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഉപതെരഞ്ഞെടുപ്പ് വന്നു, മാനസികാപ്പൻ വരുന്നുണ്ട് പാലയിൽ, മൗണ്ട്സ് ജോസഫ്, ഇവര് പ്രമുഖരെല്ലാവരും തന്നെ ഉണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇപ്പം നിലവിൽ 5 UDFനാണ്, 2 LDFനുള്ളത്. അപ്പോൾ മൊത്തത്തിൽ UDFന് അനുകൂലമായതാണ് നമുക്ക് പെട്ടെന്ന് തോന്നാം. പക്ഷേ ഇതിൽ രസകരമായ കാര്യം, കേരള കോൺഗ്രസിലെ ഏത് പ്രബല വിഭാഗമാണോ, അതായത് അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഏത് പ്രബല വിഭാഗമാണോ കൂടുതൽ വോട്ടുകൾ പിടിക്കുന്നത്, അവർ ഇതിൽ LDFലാണോ UDFലാണോ നിൽക്കുന്നത്, അതനുസരിച്ചിരിക്കും മൊത്തം വിജയം. അത് തന്നെ. അപ്പോഴും പ്രബലമായിരിക്കുന്ന ആരാണോ അവർ തന്നെ. അതിപ്പോൾ LDF ആണ് UDF ആണെന്നുള്ള ഒരു പ്രസക്തിയൊന്നും ഇതിൽ വലുതായിട്ട് വരുന്നില്ല എന്നാണ് തോന്നുന്നത്. എനിവേ 1952 മുതൽ ഈ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ ഓരോ കക്ഷികളും പിടിച്ച എണ്ണം, നമുക്ക് വോട്ടുകളുടെ എണ്ണം, ആരൊക്കെ മത്സരിച്ചു എന്നുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ആമുഖമായിട്ട് പറയാനുണ്ട്. ഇപ്പോൾ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ സുരേഷ് കുറുപ്പ്, രമേശ് ചെന്നിത്തല ഇവരൊക്കെ വലിയ സാന്നിധ്യം തെളിയിച്ചു. 6 തവണ മത്സരിച്ചാണ് സുരേഷ് കുറുപ്പ്, 4 തവണ മത്സരിച്ചാണ് രമേശ് ചെന്നിത്തല. 6ൽ 4 ജയിച്ചു നമ്മുടെ സുരേഷ് കുറുപ്പ്, 4ൽ 3 ജയിച്ചു രമേശ് ചെന്നിത്തല. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയും ജയിക്കുകയും തോൽക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ചരിത്രം ഇതിൽ പറയാനുണ്ട്. പിന്നെ ജോസ് കെ മാണി 2 തവണ ജയിച്ചു. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ 2024 തോമസ് ചാഴിക്കാടനാണ് സിറ്റിംഗ് MP എങ്കിലും അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് UDFന്റെ ആളായിട്ടാണ്. എനിക്കൊരു സംശയം കൂടി സാറേ, നിലവിൽ എത്ര കേരള കോൺഗ്രസ് ഉണ്ട്? അത് കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം മുമ്പ് പറഞ്ഞു കേട്ടിട്ടുള്ളത്, അതായത് തമാശയായിട്ടുള്ളതാണ്, ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഇനി Z മാത്രമേ ഉള്ളൂ ബാക്കി എന്നിങ്ങനെ തമാശ പറയണ്ടേ. ഇപ്പം എന്തായാലും കേരള കോൺഗ്രസ് ഇപ്പം ഫ്രാൻസിസ് ജോർജിന്റെ അച്ഛൻ KM ജോർജാണ് ഇതിന്റെ സ്ഥാപകൻ, കേരള കോൺഗ്രസിന്റെ സ്ഥാപകൻ. അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കുന്നതല്ല. എന്തായാലും ഇപ്പോൾ ഭാഗ്യത്തിന് ഇപ്പോൾ ഫ്രാൻസിസ് ജോർജിന്റെ കേരള കോൺഗ്രസിന് ബ്രാക്കറ്റ് ഇല്ല.
അപ്പോൾ ബ്രാക്കറ്റ് ഇല്ലാത്തൊരു കേരള കോൺഗ്രസ്, ജോസഫും PC തോമസും ഇവരൊക്കെ ഇപ്പോൾ ഇതിലാണ്, ഇപ്പോൾ ഇതിലാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീടുള്ളത് കേരള കോൺഗ്രസ് M, അതായത് മാണി. പിന്നെ കേരള കോൺഗ്രസ് B, അതായത് ഗണേഷ് കുമാറിന്റെ കേരള കോൺഗ്രസ് B. പിന്നെ കേരള കോൺഗ്രസ് J ഇപ്പം ഇല്ല, അല്ല J ഉണ്ട്, ജോസഫ് ഇല്ലെന്നേ ഉള്ളൂ, ജേക്കബ് ഉണ്ട്. 2 J ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ ഇപ്പം ജേക്കബ് ഉണ്ട്, അനൂപ് ജേക്കബ് തന്നെ ഉണ്ട്. പിന്നീട് ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് നാഷണലിസ്റ്റ് എന്നൊന്നുണ്ടായിരുന്നു, അത് പക്ഷെ പിളർന്ന് പലതിലായിട്ട് അങ്ങ് ചേർന്നു, അതുകൊണ്ട് അതിപ്പോൾ നിലവിലില്ല. നാഷണലിസ്റ്റ് എന്ന് പറയുമ്പോൾ BJP ഒരു വിഭാഗം പോയിട്ടുണ്ട്. പിന്നെ ജനാധിപത്യ കേരള കോൺഗ്രസ്, അത് നമ്മുടെ ആന്റണി രാജു, ഈ ഫ്രാൻസിസ് ജോർജ് അതിലായിരുന്നു, ഫ്രാൻസിസ് ജോർജ് അതിലായിരുന്നു. പിന്നെ കേരള കോൺഗ്രസ് S എന്ന് പറഞ്ഞൊന്നുണ്ടായിരുന്നു, സ്കറിയ തോമസ്. S എന്ന് പറഞ്ഞാൽ സോഷ്യലിസ്റ്റ് ഒന്നുമല്ല, സ്കറിയ തോമസ്, അതാണ് NCP. അല്ല, അപ്പോൾ ഒരു സംശയം കൂടി, LDF നിലവിൽ എത്ര കേരള കോൺഗ്രസ്? അത് ന്യായമായൊരു ചോദ്യമാണ്, എല്ലാവരും ശ്രദ്ധിക്കും. ഇപ്പം നമ്മൾ ഭരിക്കുന്ന LDF, പിണറായി വിജയൻ സഖാവിൻ്റെ നേതൃത്വത്തിലുള്ള LDF എത്ര കേരള കോൺഗ്രസ്സുകളുണ്ട്? ഒരു ചോദ്യമാണ്, നമുക്ക് പറയാമോ? കേരള കോൺഗ്രസ് M ഉണ്ട്, അതാണ് മെയിൻ. കേരള കോൺഗ്രസ് B ഉണ്ട്, ഗണേഷ് കുമാർ. പിന്നെ കേരള കോൺഗ്രസ് ജനാധിപത്യ കേരള കോൺഗ്രസ്, അതാണ് ആന്റണി രാജു. ഇവർ 3 പേരും LDF തന്നെയാണുള്ളത്. ഇവർക്ക് ഒരുമിച്ചങ്ങ് നിന്നാൽ പോരെ? ഇവർ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ 3 മന്ത്രിമാരെ കാണൂല, 1-2 പേരെ കിട്ടും. അല്ല, ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇവരുടെ പ്രസക്തി. നമ്മളിത് ഉള്ളതുപോലെ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ രാഷ്ട്രീയം പറഞ്ഞ ആർക്ക് വിഷമം ഉണ്ടാകാൻ പറഞ്ഞതല്ല. രാഷ്ട്രീയം പഠിക്കുന്നവർക്ക് പിന്നെ കൗതുകമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്, നമ്മൾ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. അതാണ് കേരള കോൺഗ്രസിൻ്റെ ചരിത്രം. എന്നാലും കേരള കോൺഗ്രസ് ചരിത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരുപാട് കാര്യം പറയേണ്ടി വരും. KM ജോർജ് തുടങ്ങിയ നാൾ മുതൽ PT ചാക്കോയുടെ കഥകൾ 64 മുതലുള്ള പറയേണ്ടി വരും. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. തൽക്കാലം കേരള കോൺഗ്രസ് ചരിത്രത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകൾ, കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പുകൾ എങ്ങനെയായിരുന്നു? 1952. നിങ്ങൾക്കറിയാം, 1952 ഒരിക്കലും നമ്മുടെ കേരള സംസ്ഥാനം രൂപപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തൃശ്ശൂർ മുതൽ ഇങ്ങോട്ടുള്ള മണ്ഡലങ്ങളെല്ലാം തന്നെ തിരുകൊച്ചിയുടെ ഭാഗത്തും അതിനങ്ങോട്ടുള്ളതൊക്കെ തന്നെ മദ്രാസിൻ്റെ ഭാഗത്തുമാണ്, അതറിയാമല്ലോ. അപ്പോൾ 52 ഇവിടെ ജയിക്കുന്നത് പ്രൊഫസർ CP മാത്യു ആണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അന്ന് വർക്കി എന്നൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എതിരിട്ടത്. 56,347 വോട്ടിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിടിച്ചടക്കി. അപ്പോൾ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യ തിരഞ്ഞെടുപ്പ് 1952 നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ജയിക്കുന്ന 56,000 ശിഷ്ട വോട്ടിന് 59.9% വോട്ട് പിടിച്ചിട്ടുണ്ട്. പകുതിയേക്കാൾ കൂടുതലാണോ? നിയർലി 60%. അതൊരു വലിയ വിജയമാണ്. 60% എന്ന് പറഞ്ഞു. പിന്നെ 57 വരുമ്പോഴത്തേക്ക് മാത്യു മണിയങ്ങാടൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ ജയിക്കുന്നു. അവിടെ എതിർക്കുന്നത് തോമസ് ആണ്, CPIയുടെ കാൻഡിഡേറ്റ് തോമസ് ആണ് എതിർക്കുന്നത്. വേലായുധൻ ഒരു PSP കാൻഡിഡേറ്റും ഉണ്ടായിരുന്നു. അവിടെ മാത്യു മണിയങ്ങാടൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിക്കുന്നത്. മാത്യു മണിയങ്ങാടനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം പിന്നെ തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് മുതൽ പ്രവർത്തിച്ചു വന്ന ആളാണ്. ഈ സമരത്തിലൊക്കെ പങ്കെടുത്ത മാത്യു മണിയങ്ങാട്. നമുക്ക് ഇപ്പോഴുള്ള തലമുറയ്ക്ക് ചിലപ്പോൾ അത്ര അറിഞ്ഞുകൂടെ അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. വലിയ നേതാവാണ്. അദ്ദേഹമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി 1957 മത്സരിക്കുകയും CPIയുടെ കാൻഡിഡേറ്റായ തോമസിനെ തോൽപ്പിക്കുകയും ചെയ്തു. 23,436 വോട്ട് ഭൂരിപക്ഷം. അന്ന് അദ്ദേഹം 51.6%, CPIയുടെ തോമസ് 43.5%, വേലായുധൻ PSP അന്ന് പിടിച്ച് 4.9% വോട്ടുമാണ് പിടിച്ച് ജയിച്ചത് 57. അപ്പോൾ ആദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, രണ്ടാമത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, 57 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മൂന്നാമത് 62 ഇദ്ദേഹം തന്നെ ജയിക്കുന്നു, മാത്യു മണിയങ്ങാടൻ ജയിക്കുന്നു. അപ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ ആദ്യത്തെ 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയി. അന്ന് അദ്ദേഹത്തിന് എതിരായിരുന്നത് ജോർജ്, CPIയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജോർജ്. 62 64 വരെ കാത്തിരിക്കണം ഇത് പിളരാൻ. അപ്പോൾ അവർ രണ്ടുപേരും തമ്മിൽ നല്ല മത്സരമായിരുന്നു. 65,286 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്യു മണിയങ്ങാടൻ ജയിക്കും. അദ്ദേഹം അന്ന് പിടിക്കുന്ന 60.4%. അതാണ് ഇതിലൊരു രസം എന്ന് പറയുന്നത്. ഭൂരിപക്ഷത്തിനും അപ്പുറം ഇവരുടെ വിജയ ശതമാനത്തിന്റെ ഒരു കണക്ക് നോക്കുമ്പോൾ അതെ നല്ല ശതമാനം, 50 മുകളിലാണ്. ഇത് 60% എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതായില്ലേ. 1,77,811 വോട്ടാണ് മാത്യു മണിയങ്ങാടൻ 1962 പിടിക്കുന്നത്. മറ്റേദ്ദേഹം മിസ്റ്റർ ജോർജ് CPI അദ്ദേഹം പിടിക്കുന്ന 1,12,525. അത് അറൗണ്ട് 38.2%. അങ്ങനെ 22.2% ഭൂരിപക്ഷം. ഭൂരിപക്ഷം 22.2%. ഇറ്റ്സ് അറൗണ്ട് 65,000 65,286 വോട്ടിന് മാത്യു മണിയങ്ങാടൻ ജയിക്കുന്നു. തൊട്ടടുത്ത് 67 ഒരുപാട് പ്രത്യേകതകളുള്ള, നമ്മൾ പല എപ്പിസോഡിലും പറഞ്ഞുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. 67 മാത്യു മണിയങ്ങാടനെ പരാജയപ്പെടുത്തുന്നു. അത് CPM ആണ്.
3 തവണ CPI മത്സരിച്ച്, ആദ്യ സ്വതന്ത്രന്, പിന്നെ 2 തവണ CPI മത്സരിച്ചിട്ടും ജയിക്കാൻ പറ്റിയില്ല. CPM 64 രൂപം കൊണ്ടു 67 അവർ മത്സരിക്കുന്നു. CPM-ന്റെ കാൻഡിഡേറ്റ് KM എബ്രഹാം ഈ 2 തവണ ജയിച്ച മാത്യു മണിയങ്ങാടനെ 48,581 വോട്ടിന് തോൽപ്പിച്ചുകൊണ്ട് ഈ കോട്ടയം ലോക്സഭാ മണ്ഡലം CPM പിടിച്ചെടുക്കുകയാണ് ആദ്യമായിട്ട്. അതാണ് 1967. അപ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയാനുണ്ട്. അങ്ങനെ പിടിച്ചടക്കി എന്നൊക്കെ നമ്മളിങ്ങനെ ആവേശപൂർവ്വം പറയുമ്പോഴും അവിടെ മത്സരിച്ച മൂന്നാമത് ഒരു കാൻഡിഡേറ്റിൻ്റെ കാര്യം നമ്മൾ പറയാതെ പോകുന്നത് ശരിയല്ല. KP മാത്യു, ഒരു കേരള കോൺഗ്രസ് അവിടെ മത്സരിച്ചു. 67 കേരള കോൺഗ്രസ് രൂപീകൃതമായി. 1964 കേരള കോൺഗ്രസ് രൂപീകൃതമായി. അപ്പോൾ കേരള കോൺഗ്രസിൻ്റെ ഒരു കാൻഡിഡേറ്റ് അവിടെ മത്സരിച്ചു. ആ കേരള കോൺഗ്രസിന് അവിടെ മത്സരിച്ച കാൻഡിഡേറ്റാണ് മാത്യു മണിയങ്ങാടനെ തോൽപ്പിച്ചത്. അത് ശ്രദ്ധിക്കണം. അതായത് ഈ മാത്യു മണിയങ്ങാടൻ 96,990 വോട്ട് പിടിച്ചു. ഈ കേരള കോൺഗ്രസിന്റെ കാൻഡിഡേറ്റ് 88,678 വോട്ട് പിടിച്ചു. അങ്ങനെ 48,581 വോട്ടിന് KM എബ്രഹാം ജയിക്കുന്നു. അതായത് കോൺഗ്രസിന്റെ വോട്ടുകൾ സ്പ്ലിറ്റ് ആയി തുടങ്ങി. അതെ, 64 കേരള കോൺഗ്രസ് രൂപീകൃതമായി. 67 അവർ മത്സരിച്ചു. കോൺഗ്രസിന്റെ വോട്ടിനെ അവർ സ്പ്ലിറ്റ് ചെയ്തു. കമ്മ്യൂണിസ്റ്റുകാർ ജയിച്ചു, CPM ജയിച്ചു, KM എബ്രഹാം ജയിച്ചു. അദ്ദേഹം 48,581 വോട്ട് ജയിച്ചു. അതാണ് അതിൻ്റെ കഥ. അപ്പോൾ അവിടെ CPM-നെ ജയിപ്പിച്ചത് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ജയിപ്പിച്ചത് കേരള കോൺഗ്രസ് ആണ്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവിടെ മുതലാണ് ഇനിയിപ്പോൾ കേരള കോൺഗ്രസിന് ചരിത്രം വരുന്നത്. അവിടുന്ന് CPM-നെ ജയിപ്പിക്കുകയും അതോടൊപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തോൽപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് കേരള കോൺഗ്രസ് കോട്ടയം മണ്ഡലത്തിൽ ഇനി അവരുടെ ആധിപത്യം പുലർത്തുന്നത്. ഇനി 1971 കേരള കോൺഗ്രസ് ആണ് മത്സരിക്കുന്നത്. വർക്കി ജോർജ്. അവിടെ എതിർക്കുന്നത് R രാമചന്ദ്രൻ നായർ, സ്വതന്ത്ര സ്ഥാനാർത്ഥി. അവിടെ മാത്യു മണിയങ്ങാടൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് Oയിൽ മത്സരിക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഓർഗനൈസേഷന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരുന്നു. നിങ്ങൾ ആ അധ്യായം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം വെറും 18,599 വോട്ട് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. മനസ്സിലാക്കണം, എത്ര ശതമാനം വോട്ട് പിടിച്ച ആളാണെന്ന് മനസ്സിലാക്കും, എത്ര വലിയ നേതാവാണെന്ന് മനസ്സിലാക്കണം. പക്ഷെ അദ്ദേഹം കോൺഗ്രസ് Oയിലേക്ക് പോയി. അതിലേക്ക് പോയി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സപ്പോർട്ടല്ല, മറ്റേ കോൺഗ്രസ്സാണ്, പിരിഞ്ഞു പോയ കോൺഗ്രസ്. അവിടെ വർക്കി ജോർജ് കേരള കോൺഗ്രസ് ജയിക്കുന്നു. 1,67,873 വോട്ട്, 50.8%. R രാമേന്ദ്രൻ നായർ 2ാം സ്ഥാനത്ത് വരുന്നു, 1,41,778. ഇവിടെ അപ്പോൾ അന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഇല്ല, കോൺഗ്രസ് സ്ഥാനാർത്ഥി അത് മറ്റവരുടെ കൂടെയാണ്. അപ്പോൾ കേരള കോൺഗ്രസ് ആണ് അവിടെ ജയിക്കുന്നത്. അത് 26,015 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വർക്കി ജോർജ് ജയിക്കുന്നത്. ഈ വർക്കി ജോർജ് 77 മത്സരിച്ചു, പക്ഷെ തോറ്റുപോയി. അവിടെ അദ്ദേഹം 77 മത്സരിക്കുന്നത് പിള്ള ഗ്രൂപ്പിന് വേണ്ടിയാണ്. അന്ന് പിള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് LDF-ന്റെ ഭാഗമാണ്. 1977 വീണ്ടും സ്കറിയ തോമസ് കേരള കോൺഗ്രസ് UDF എന്നില്ല, കോൺഗ്രസ് മുന്നണിയുടെ ഭാഗമായിട്ട് സ്കറിയ തോമസ് വരുന്നു. അന്ന് വർക്കി ജോർജ് പിള്ള ഗ്രൂപ്പിലേക്ക് പോകുന്നു, പിള്ള ഗ്രൂപ്പിന്റെ ഭാഗമാവുന്നു. അദ്ദേഹം മത്സരിക്കുന്നു, പരാജയപ്പെടുന്നു. അപ്പോൾ ഇവിടം തൊട്ടാണ് കേരള കോൺഗ്രസ്സുകാർ തമ്മിൽ മത്സരിക്കുന്നത് അല്ലേ? തമ്മിൽ മത്സരിക്കുന്ന ഇവിടെയാണ്. അതായത് സ്കറിയ തോമസ് കേരള കോൺഗ്രസും പിന്നെ കോൺഗ്രസ് മുന്നണിയും, വർക്കി ജോർജ് കേരള കോൺഗ്രസ് പിള്ള ഗ്രൂപ്പും ബിയും ഇവർ തമ്മിൽ മത്സരിക്കുന്നു. അവിടെ സ്കറിയ തോമസ് ജയിക്കുന്നു. സ്കറിയ തോമസ് 3 തവണയോളം മത്സരിച്ചിട്ടുണ്ട്. അതിലൊരു തവണയാണ് ഈ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം 68,675. നല്ല ഭൂരിപക്ഷം, 51.7% വോട്ട് പിടിച്ചു. ഈ വർക്കി ജോർജ് പിള്ള ഗ്രൂപ്പിലെ വർക്കി ജോർജ് 37% വോട്ടേ പിടിച്ചു. അങ്ങനെയാണ് 68,695 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 77 ജയിക്കുന്നത്. ഇത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്നതാണ്, തൊട്ട് ശേഷം. പിന്നെ 1980 ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയായി സ്കറിയ തോമസ് വരുന്നു. LDF-ന്റെ ഭാഗമായിട്ടാണ്. അന്ന് മാണി ഗ്രൂപ്പാണ്. മാണി ഗ്രൂപ്പ് എല്ലാം ആന്റണി കോൺഗ്രസ്, മാണി ഗ്രൂപ്പ് അവരെല്ലാം ആരുടെ കൂടെയാണ്? EK നായനാരുടെ കൂടെ, LDF-ന്റെ കൂടെയാണ്. അവിടെ സ്കറിയ തോമസ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ജയിച്ചു. അവിടെ എതിർത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ, അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കരുണാകരൻ ഗ്രൂപ്പ്, അതിൻ്റെ KM ചാണ്ടിയാണ് മത്സരിച്ചത്. KM ചാണ്ടി അദ്ദേഹത്തെ തോൽപ്പിച്ചു. അദ്ദേഹത്തെ സ്കറിയ തോമസ് LDF തോൽപ്പിച്ചു 5,375 വോട്ടിന്, ചെറിയ വോട്ടിനാണ്. അത് 49.2% ജയിച്ച കാൻഡിഡേറ്റ് സ്കറിയ തോമസും 47.8 തോറ്റ സ്ഥാനാർത്ഥി KM ചാണ്ടിയും പിടിച്ചു. ചെറിയ വ്യത്യാസത്തിൽ 5,375 വോട്ടിന് 1980 LDF ഈ സീറ്റ് പിടിച്ചടക്കും. പക്ഷെ അപ്പോഴത്തെ LDF-ലുള്ളവരെയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ആന്റണി കോൺഗ്രസ് ഉണ്ട്, മാണി ഗ്രൂപ്പ് ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട് അതിനകത്ത്. അങ്ങനെയാണ് LDF രൂപം കളഞ്ഞു. അവർ തന്നെ കൊണ്ടുപോയി ആ സീറ്റ്, മാണി ഗ്രൂപ്പിൻ്റെ. അത് കഴിഞ്ഞാൽ 84 വീണ്ടും സാഹചര്യങ്ങൾ മാറി. ഇന്ദിരാഗാന്ധിയുടെ മരണം വന്നു. അതിനുശേഷം എല്ലാ സീറ്റുകളും കോൺഗ്രസ് പിടിച്ചടക്കിയ സമയമാണ് 1984. പക്ഷേ
1984 ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിന് ശേഷം കംപ്ലീറ്റ് സീറ്റുകളും കോൺഗ്രസ് തൂത്തുവാരിയപ്പോഴും കോട്ടയം CPM-നൊപ്പം നിന്നു. അതാണ് കോട്ടയത്തിൻ്റെ ചരിത്രം. അവിടെ ജയിച്ചത് സുരേഷ് കുറുപ്പ് തോൽപ്പിക്കുന്നത് നേരത്തെ മത്സരിച്ച സ്കറിയ തോമസ് അപ്പോൾ ഇപ്പുറത്ത് വന്നു, UDF-ലേക്ക് വന്നു. LDF ഇപ്പുറത്തേക്ക് വന്നു. 80-ലാണ് അവരൊക്കെ LDF ആയിരുന്നത്. അവർ പിന്നീട് UDF-ലേക്ക് വന്നു. അവിടെ CPM-ൻ്റെ കാൻഡിഡേറ്റായിട്ട് LDF-ൻ്റെ കാൻഡിഡേറ്റായിട്ട് സുരേഷ് കുറുപ്പ് വരുന്നു. 1984 CPM അത് തിരിച്ചു പിടിക്കുന്നു. സ്കറിയ തോമസിനെ 5853 വോട്ടിന് 5853 വോട്ടിന്. നേരത്തെ സ്കറിയ തോമസ് ജയിച്ചത് 5375 വോട്ടിന്. ഇപ്പോഴും സുരേഷ് കുറുപ്പ് സ്കറിയ തോമസിനെ തോൽപ്പിക്കുന്നത് 5853 വോട്ടിന് തോൽപ്പിച്ചു, 84. ഇവിടെയാണ് ഒരു രസകരമായ കാര്യം. സ്കറിയ തോമസ് ഈ പരാജയത്തിനെ വിലയിരുത്തിയത് ഒരു വധത്തെ തുടർന്നുണ്ടായ സാമുദായിക ധ്രുവീകരണമാണ് തന്റെ തോൽവിക്ക് പിന്നിൽ, സുരേഷ് കുറുപ്പാണ് ജയിച്ചത്. അതെ, അത് പറയുന്ന സ്കറിയ തോമസ് ആണ്. സ്കറിയ തോമസ് അന്ന് പറഞ്ഞത് 84. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മൊത്തത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലമാണ് 1984. പ്രത്യേകിച്ച് സുരേഷ് കുറുപ്പിൻ്റെ ഒരു ഗ്ലാമർ കാലം 84. സുരേഷ് കുറുപ്പ് പിന്നീട് മത്സരിക്കുന്നുണ്ട്. സുരേഷ് കുറുപ്പ് നമ്മൾ പറഞ്ഞു 6 തവണ മത്സരിച്ചു, അതിൽ 4 തവണ ജയിച്ച ആളാണ് സുരേഷ് കുറുപ്പ്. ശരിക്കും കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ഹീറോ ആയിരുന്നു. അതിൽ ഒരു സംശയമില്ല. 89 സുരേഷ് കുറുപ്പ് വീണ്ടും മത്സരിക്കുന്നു. 84 അദ്ദേഹം സ്കറിയ തോമസിന്റെ സീറ്റ് പിടിക്കുന്നത്. 89 സുരേഷ് കുറുപ്പിനെ പരാജയപ്പെടുത്താൻ അവിടെ ഇറങ്ങിയത് രമേശ് ചെന്നിത്തല. അവിടെ രമേശ് ചെന്നിത്തല ജയിച്ചു. സുരേഷ് കുറുപ്പിനെ പരാജയപ്പെടുത്തി 53,533 വോട്ടിന് പരാജയപ്പെടുത്തി. അന്ന് 1989 ആദ്യമായിട്ട് BJP കാൻഡിഡേറ്റ് അവിടെ എൻ്റർ ചെയ്യുന്നു. അദ്ദേഹം ഏറ്റുമാനൂർ രാധാകൃഷ്ണൻ 18,449 വോട്ട് പിടിക്കുന്നു. 2.5% ആണ്. 2-3 തന്നെ അവർ തുടങ്ങിയത്, എല്ലാം സ്റ്റാർട്ട് ചെയ്ത്. അങ്ങനെ രമേശ് ചെന്നിത്തല 3,84,809 വോട്ടും സുരേഷ് കുറുപ്പ് 3,31,276 വോട്ടും പിടിച്ചു. 53,533 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ 1989 കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ സിറ്റിംഗ് MP സുരേഷ് കുറുപ്പിനെ രമേശ് ചെന്നിത്തല പരാജയപ്പെടുത്തി. അതൊരു ആവേശം നൽകി കോൺഗ്രസ്സുകാർക്ക്. തൊട്ടടുത്ത വർഷം 91 രമേശ് ചെന്നിത്തല വീണ്ടും മത്സരിക്കുന്നു. എതിർ സ്ഥാനാർത്ഥി സുരേഷ് കുറുപ്പ് അല്ല, അപ്പോൾ തമ്പാൻ തോമസ് ജനതാദൾ മത്സരിക്കുന്നുണ്ട് അവർ തമ്മിൽ വീണ്ടും. അവിടെ തമ്പാൻ തോമസ് ജനതാദൾ LDF-ന് വേണ്ടി ജനതാദൾ 2 തവണ മത്സരിച്ചിട്ടുണ്ട്. ഇവിടെ മത്സരിച്ചിട്ടുണ്ട് LDF-ന് വേണ്ടി. അവിടെ രമേശ് ചെന്നിത്തല ജയിക്കുന്നു, തമ്പാൻ തോമസിനെ പരാജയപ്പെടുത്തുന്നു. 62,622 ആക്കും. ഭൂരിപക്ഷം ഉയർത്തി. പെർസെൻറ്റേജ് 51.4. നേരത്തെ അദ്ദേഹത്തിന് 51.1 ആയിരുന്നു. വർദ്ധിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനം കുറച്ചുകൂടി ഉറപ്പിച്ചു. അങ്ങനെ തമ്പാൻ തോമസിനെ തോൽപ്പിക്കുന്നു. അന്ന് BJP-യുടെ ഒരു കാൻഡിഡേറ്റ് ഉണ്ട്. BJP എന്ന് പറഞ്ഞില്ലെങ്കിൽ നമുക്കത് കേരള കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഗ്രൂപ്പാണെന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. കാരണം ജോർജ് കുര്യനാണ് മത്സരിച്ചത്. ജോർജ് കുര്യൻ BJP-യുടെ കാൻഡിഡേറ്റാണ്, എടുത്തു പറയേണ്ടി വരും. അദ്ദേഹത്തിന് 22,622 വോട്ട് പിടിച്ച് 3.2% ആയി. കൂടി കൂടുന്നുണ്ട്. നമ്മുടെ എല്ലാ മണ്ഡലത്തിലും BJP ഓരോ വർഷം കൂടി, ഇടയ്ക്ക് എവിടെയോ എടുത്ത് മാത്രം താന്നിട്ടുണ്ട്, ബാക്കിയെല്ലാം കയറി വന്നിട്ടുണ്ട്. ഇവിടെ രമേശ് ചെന്നിത്തലയുടെ ഭൂരിപക്ഷം 62,622, 8.8% ഉണ്ട് ഭൂരിപക്ഷം മാത്രം. 1991 91 ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ എടുത്ത് 96 രമേശ് ചെന്നിത്തല വീണ്ടും മത്സരിക്കുകയാണ്. അവിടെയും ജനതാദളിൻ്റെ കാൻഡിഡേറ്റാണ് ജയലക്ഷ്മി. അവിടെയും രമേശ് ചെന്നിത്തല ജയിക്കുന്നു. അപ്പം ആദ്യം സുരേഷ് കുറുപ്പിനെ തോൽപ്പിച്ചു, പിന്നീട് ജനതാദളിലെ തമ്പാൻ തോമസിനെ തോൽപ്പിച്ചു. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ ജനതാദളിൻ്റെ തന്നെ ജയലക്ഷ്മി തോൽപ്പിച്ചു രമേശ് ചെന്നിത്തല. ഹീറോയി വരികയാണ്. അവിടെ 3 തവണ ജയിച്ചങ്ങനെ ഹീറോ പിടിച്ചെടുത്തതല്ലേ, പിടിച്ചെടുത്തങ്ങനെ ഹീറോ ആയിട്ട് വരികയാണ്. അവിടെ അദ്ദേഹത്തിന് 67,048 വോട്ട്. വീണ്ടും ഭൂരിപക്ഷം കയറി 67,040. പക്ഷേ അവിടെ പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട്. വോട്ടേഴ്സിൻ്റെ എണ്ണം കൂടി, അതനുസരിച്ച് വോട്ടിൻ്റെ എണ്ണം കൂടി. പക്ഷേ പെർസെൻറ്റേജ് 51.4 നിന്ന് 49.1 ആയി കുറഞ്ഞു. അപ്പോൾ 96 രമേശ് ചെന്നിത്തല ജയിച്ചു. അങ്ങനെ 89, 91, 96 രമേശ് ചെന്നിത്തല ജയിച്ചു. അത് കഴിഞ്ഞ് അടുത്ത വർഷം 98 രമേശ് ചെന്നിത്തല അവിടെ തന്നെ മത്സരിച്ചു. പക്ഷേ ജയിച്ചില്ല, തോറ്റുപോയി സുരേഷ് കുറുപ്പിൻ്റെ കൈക്ക്. വീണ്ടും തോറ്റു. സുരേഷ് കുറുപ്പ് അപ്പോഴും 3,35,893 വോട്ട്. രമേശ് ചെന്നിത്തലയ്ക്ക് 3,30,447 വോട്ട്. അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ നേരത്തെ മത്സരിച്ച ആൾ തന്നെയാണ് BJP. അദ്ദേഹം 42,830 വോട്ട്. അങ്ങനെ 5,446 വോട്ടിനാണ് സുരേഷ് കുറുപ്പ് ജയിക്കുന്നത്. അപ്പോൾ സുരേഷ് കുറുപ്പിൻ്റെ രമേശ് ചെന്നിത്തലയോടുള്ള ജയം വളരെ ചെറിയ 5,400-നാണ്, 5,446-നാണ്. ഈ കോട്ടയം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് രമേശ് ചെന്നിത്തല പെട്ടെന്ന് ഓർമ്മ വരില്ല. കാരണം രമേശ് ചെന്നിത്തല കൂടുതൽ നമ്മൾ ഹരിപ്പാട്, ആലപ്പുഴ ആ ഭാഗത്താണല്ലോ കണ്ടുവരുന്നത്. അതെ.
പക്ഷെ പിന്നീട് ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നെ അദ്ദേഹം കൂടുതലായിട്ട് സംസ്ഥാന നിയമസഭാ ഇതിന് ശേഷം ഇതിപ്പോൾ അദ്ദേഹത്തിന് 4 മത്സരമായില്ല, 1, 2, 3, 4 മത്സരം 4 മത്സരമേ അദ്ദേഹം കോട്ടയത്ത് മത്സരിച്ചു. 4-ൽ 3 ജയിച്ചു. സുരേഷ് കുറുപ്പ് 6 മത്സരിച്ചു, 6-ൽ 4 ജയിച്ചു. അപ്പോൾ സുരേഷ് കുറുപ്പിൻ്റെ ഒരു പരാജയം നമ്മൾ പറഞ്ഞ രമേശ് ചെന്നിത്തലയോടൊപ്പം, സുരേഷ് കുറുപ്പിൻ്റെ മറ്റൊരു പരാജയം ജോസ് കെ മാണിയോടൊപ്പം, അല്ലേ? അതിന് വരുന്നേ ഉള്ളൂ. അപ്പോൾ 99 അടുത്ത ഇലക്ഷൻ, 99-ൽ സുരേഷ് കുറുപ്പ് വീണ്ടും മത്സരിക്കുന്നു. അവിടെ സുരേഷ് കുറുപ്പിനെ പിടിച്ചു കിട്ടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ടിറക്കിയത് PC ചാക്കോയാണ്. പക്ഷെ രക്ഷപ്പെട്ടില്ല, PC ചാക്കോ തോറ്റുപോയി. അവിടെ സുരേഷ് കുറുപ്പ് ജയിച്ചു. 3,44,296 വോട്ട് പിടിച്ചു. 46.9% വോട്ട് സുരേഷ് കുറുപ്പ് പിടിക്കുന്നു. PC ചാക്കോയ്ക്ക് 3,33,697 വോട്ട് കിട്ടി, 45.5%. അവിടെ ഭൂരിപക്ഷം 10,599. ഇപ്പോൾ സുരേഷ് കുറുപ്പ് ജയിക്കുന്നത് ഒരു വലിയ മാർജിനിലല്ല, 10,599 വോട്ടിന്. പക്ഷെ സുരേഷ് കുറുപ്പ് ജയിച്ചു. അവിടെ അഡ്വക്കേറ്റ് KR സുരേന്ദ്രൻ ആണ് മത്സരിച്ചത് BJPക്ക് വേണ്ടി. അദ്ദേഹം 41,531 എന്ന് പറഞ്ഞാൽ 5.7% എത്തി. 3-ൽ തുടങ്ങിയതാണ്. 3-ൽ തുടങ്ങിയതാണ്. അങ്ങനെ 5.7%. 99-ലും സുരേഷ് കുറുപ്പ് MP ആയി. 2004-ൽ സുരേഷ് കുറുപ്പ് വീണ്ടും മത്സരിക്കുന്നു. അവിടെ സുരേഷ് കുറുപ്പ് വീണ്ടും ജയിക്കുന്നു. അവിടെ സുരേഷ് കുറുപ്പിനെ പിടിച്ചു കെട്ടാൻ വേണ്ടി കോൺഗ്രസ് മറ്റൊരു കാൻഡിഡേറ്റിനെ കൊണ്ടുവന്നു. അതാണ് ആന്റോ ആന്റണി. അതും രക്ഷപ്പെട്ടില്ല, ആന്റോ ആന്റണി തോറ്റുപോയി. 2004-ലെ കാര്യമാണ് ഈ പറയുന്നത്. 2004-ൽ സുരേഷ് കുറുപ്പ് CPM ജയിക്കുന്നു. 2004 മിക്കവാറും എല്ലാ സീറ്റുകളും അവർ ജയിച്ചൊരു സംഭവമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 2004-ൽ സുരേഷ് കുറുപ്പാണ് ജയിച്ചത്. കാരണം പല സൈറ്റുകളിലും അത് തെറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെ ഈ 2004-ലെ സ്ഥാനാർത്ഥി വ്യത്യാസം ഇവർ വിക്കിപീഡിയയിൽ വരെ തെറ്റുണ്ട്. ഒരു വിജയമാന്നൊക്കെയാണ് അതെ കൊടുക്കുന്നത്. 2004 സുരേഷ് കുറുപ്പ് ജയിച്ചു, ആന്റോ ആന്റണി പരാജയപ്പെട്ടു. B രാധാകൃഷ്ണ മേനോൻ BJP 53,000 വോട്ട് പിടിച്ച് 7.5% എത്തി. BJP 7.5%. സുരേഷ് കുറുപ്പ് 48.5%. അപ്പോഴത്തെ ഭൂരിപക്ഷം സുരേഷ് കുറുപ്പിന് സാമാന്യം നല്ല ഭൂരിപക്ഷമുണ്ട്. നേരത്തേക്ക് 5,000, 5,300, 10,000-ത്തിലൊക്കെ നിന്നത്. ഇവിടെ വന്നപ്പോൾ 2004-ൽ സുരേഷ് കുറുപ്പ് ആന്റോ ആന്റണിയെ തോൽപ്പിക്കുന്നത് 42,914 വോട്ടിനാണ്. നല്ല ഭൂരിപക്ഷം, അതായത് 6.1%. ഭൂരിപക്ഷം തന്നെ 6.1% വരുന്നു. സുരേഷ് കുറുപ്പ് അവിടെ ആധിപത്യം സ്ഥാപിച്ചു. അടുത്ത തവണ പക്ഷേ 2009-ൽ സുരേഷ് കുറുപ്പ് വീണ്ടും മത്സരിക്കുന്ന 6ാമത്തെ മത്സരം. അവിടെ പക്ഷേ ജോസ് കെ മാണിയുടെ കൈക്ക് വീണു പോകും. അവിടെ ജോസ് കെ മാണി ജയിച്ചു, 50% വോട്ട് പിടിച്ചു ജോസ് കെ മാണി. അന്ന് സുരേഷ് കുറുപ്പിന് 41.2% പിടിക്കാൻ പറ്റുള്ളൂ. ജോസ് കെ മാണിയുടെ ഭൂരിപക്ഷം 71,520. വൻ ഭൂരിപക്ഷത്തിലാണ് ജോസ് കെ മാണി 2009-ൽ സുരേഷ് കുറുപ്പിൻ്റെ CPM-ൻ്റെ സുരേഷ് കുറുപ്പിനെ പരാജയപ്പെടുത്തുന്നത്. 71,570 വോട്ടിനാണ്. 8.8% മാർജിനുണ്ട്. അങ്ങനെ 2009 വരെ എത്തി. അപ്പോൾ അവിടെ UDF ആണ്. ഇനി 2014-ൽ ജോസ് കെ മാണി വീണ്ടും ജയിക്കുന്നു. അപ്പോൾ എതിരെ മത്സരിക്കുന്നത് ജനതാദൾ സെക്കുലറാണ്. അവിടെ അഡ്വക്കേറ്റ് മാത്യു ടി തോമസ്. 2014 ജോസ് കെ മാണി എതിരിടാൻ ജനതാദൾ സെക്കുലറാണ് വരുന്നത്, LDF-ന്റെ കാൻഡിഡേറ്റായിട്ട്. അന്ന് UDF-ന്റെ കാൻഡിഡേറ്റായിട്ട് ജോസ് കെ മാണി ജയിക്കുന്നു. തോമസ് ആ സമയത്ത് മന്ത്രിയൊക്കെ ആയിരുന്നു. അതിനുശേഷം പിന്നീട് നടന്ന മത്സരത്തിലാണ് ഇത് വന്നത്. പക്ഷേ ജോസ് കെ മാണി വമ്പിച്ച ഭൂരിപക്ഷം ജയിച്ചു. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം ജോസ് കെ മാണി 2014. അദ്ദേഹം 1,20,599 വോട്ടിൻ്റെ ഭൂരിപക്ഷം പിടിച്ച വോട്ട് 4,24,194. 51% വോട്ട്. പകുതിക്ക് മുകളിൽ വോട്ടാണ് ജോസ് കെ മാണി ഒറ്റയ്ക്ക് 2014 കോട്ടയം ലോക്സഭയിൽ നിന്ന് പിടിച്ചിരിക്കുന്നത്. അവിടെ അഡ്വക്കേറ്റ് മാത്യു ടി തോമസ് പരാജയപ്പെട്ടുപോയി. 1,20,599 വോട്ടിന് ഈ അഡ്വക്കേറ്റ് മാത്യു ടി തോമസിന് ജോസ് കെ മാണി പരാജയപ്പെട്ടു. പിന്നെ തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പ് 2019 അവിടെ ജയിച്ചതും UDF ആണ്. മാത്യു തോമസ് ചാഴിക്കാടനാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ LDF കാൻഡിഡേറ്റായിട്ടാണ് മത്സരിക്കാൻ പോകുന്നത്. അദ്ദേഹം ജയിച്ചത് UDF കാൻഡിഡേറ്റായിട്ടാണ്. അദ്ദേഹം UDF-ന്റെ കേരള കോൺഗ്രസ് M-ന്റെ കാൻഡിഡേറ്റായിട്ട് മത്സരിച്ചു. അന്ന് എതിർക്കുന്നത് 2019, അതായത് ഇപ്പോൾ തൊട്ട് മുമ്പത്തെ ഇലക്ഷനിൽ ഈ തോമസ് ചാഴിക്കാടനെ എതിർക്കുന്നത് VN വാസവനാണ്. ഇന്ന് VN വാസവൻ തോമസ് ചാഴിക്കാടന് വേണ്ടി വോട്ട് പിടിക്കാൻ അവിടെ വരുന്നു. അപ്പം രാഷ്ട്രീയത്തിൽ വന്ന മാറ്റങ്ങളാണ് 5 വർഷം കൊണ്ടൊക്കെ. ഇവിടെ അദ്ദേഹം ജയിച്ചത് 1,06,250 വോട്ടിനാണ് VN വാസവനെ ഈ തോമസ് ചാഴിക്കാടൻ പരാജയപ്പെടുന്നത്. 1,06,000. പക്ഷെ ഇപ്പോഴും ജോസ് കെ മാണിയുടെ ഭൂരിപക്ഷം അങ്ങനെ നിൽക്കുന്നുണ്ട്. 51% 2014 പിടിക്കുകയും അദ്ദേഹം 1,20,599 വോട്ടിന് വിജയിക്കുകയും ചെയ്തു. അന്ന് PC തോമസ് മത്സരിച്ചിരുന്നു കേരള കോൺഗ്രസ്. അതായത് NDA-യുടെ ഭാഗമായിട്ടാണ് 2019. അതെ. അന്ന് അദ്ദേഹം 17% വോട്ട് പിടിച്ചു.
17%. അതെ, അഡ്വക്കേറ്റ് പി സി തോമസ് മത്സരിച്ചെന്ന്. കറക്റ്റ്, 17% വോട്ട് പിടിച്ചു. അതെ, 17% എന്ന് പറയുമ്പോൾ 1,55,135 വോട്ട് പിടിച്ചു. കറക്റ്റ്, അത് കറക്റ്റാണ്. അത് എന്നിട്ടും തോമസ് ചാഴിക്കാടൻ ജയിച്ചു. അപ്പോൾ ഈ 2019 ഈ കണക്ക് മാത്രം നമ്മളൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ഈ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും ആരാകും നമ്മുടെ MP എന്ന്. ഒന്നുകൂടി വേണമെങ്കിൽ കണക്ക് പറഞ്ഞുതരാം. തോമസ് ചാഴിക്കാടൻ UDF, കഴിഞ്ഞ പ്രാവശ്യത്തെ UDF, ഈ പ്രാവശ്യം അദ്ദേഹം മത്സരിക്കാൻ പോണത് LDF. ക്ലിയറായാലും ആ UDF അദ്ദേഹം പിടിച്ച 4,21,046 വോട്ട്. BN വാസവൻ, അത് ഇടതുപക്ഷത്തിന്റെ വോട്ട് തന്നെയാണ്. അദ്ദേഹം കോട്ടയം CPM ജില്ലാ സെക്രട്ടറി ഒക്കെ ആയിരുന്നു. BN വാസവനോട് അറിയപ്പെടുന്ന ഒരു നേതാവാണ്, ഇപ്പം നമ്മുടെ മന്ത്രിയാണ്. അത് CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും കോൺക്രീറ്റ് വോട്ടുകളാണ് അദ്ദേഹം പിടിച്ചത്. അത് 3,14,877, 34.6%. അവിടെ അഡ്വക്കേറ്റ് പി സി തോമസ് അന്ന് പിടിച്ചത് 1,55,135 വോട്ടാണ്. മനസ്സിലാക്കാം, 17%. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. ആ 1,55,135 വോട്ട് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോഴാർക്ക് പോകും? പിന്നെ തോമസ് ചാഴിക്കാടന് കൊടുക്കാതെ, BN വാസവന് കൊടുക്കാതെ, ഈ 1,55,135 വോട്ട് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം ആർക്കാണ് പോകുന്നത്? കാരണം പി സി തോമസിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ എവിടെയെന്ന് നോക്കിയാൽ മനസ്സിലാവും. അതെ അല്ലേ? അതെ അതെ. മറ്റൊന്ന് സാർ, ഈ നിയമസഭാ ഇലക്ഷൻ നോക്കുമ്പോൾ UDF-ന് അന്ന് 45.93% കിട്ടിയത് മൊത്തം. ഏതില്? നിയമസഭാ ഇലക്ഷൻ എല്ലാ മണ്ഡലങ്ങളിലും. LDF-ന് കിട്ടിയത് 42.79%, NDA-ക്ക് 8.5%. ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇനി ഈ മണ്ഡലങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിലും പിറവം, പാല, അതുപോലെ വൈക്കം, ഈ മണ്ഡലങ്ങളിലൊക്കെയാണ് വലിയ ഭൂരിപക്ഷത്തിൽ വരുന്ന വലിയ വ്യത്യാസം വരുന്നത്. ഇപ്പോൾ വൈക്കത്ത് 29,122 വോട്ടിനാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ LDF ജയിക്കുന്നത്. എവിടെ? വൈക്കത്ത്. അതാണ് വലിയൊരു ഭൂരിപക്ഷം വരുന്നത്. പിന്നെ പിറവത്ത് നോക്കുകയാണെങ്കിൽ 25,366 വോട്ടിനാണ് UDF ജയിക്കുന്നത്. അനൂപ് ജേക്കബ് ജയിക്കുന്നത്. അപ്പൊ ഈ മണ്ഡലങ്ങളുടെ എല്ലാം ഇപ്പൊ ഈ അനൂപ് ജേക്കബിന്റെ സ്വാധീനം, അതുപോലെ കടുത്തുരുത്തിയിലെ വോട്ടുകൾ, ഇതെല്ലാം പ്രധാനപ്പെട്ട ഘടകമാണ്. മോൻസ് ജോസഫിന്റെ വോട്ടുകൾ, ഇതെല്ലാം പ്രധാന ഘടകമാണ്. പിന്നെ ഒരു കാരണവശാലും തള്ളിപ്പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഈഴവ വോട്ടുകൾ ഒരുപാടുണ്ട്. അവിടെ മത്സരിക്കുന്നത് BDJS-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് തുഷാർ വെള്ളാപ്പള്ളി. അതെ. ആ വോട്ടുകളൊന്നും സ്പ്ലിറ്റ് ആവില്ല എന്ന് തോന്നുന്നു. പക്ഷെ വലിയൊരു സ്വാധീനം അവർക്ക് പെർസെന്റേജിൽ ചിലപ്പോൾ വലിയ മാറ്റം വരും. ചെറിയ മാറ്റം വന്നേക്കാം. എനിക്ക് തോന്നുന്നു, എനിക്ക് കുറച്ചുകൂടെ എന്നെ ചിന്തിപ്പിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം പി സി തോമസ് പിടിച്ച വോട്ടിന്. പി സി തോമസ് ഒരു മറ്റേ അത്ഭുത ശിശു എന്നൊക്കെ പറയുന്നത് IFDP. അദ്ദേഹം 1,00,000-ലധികം വോട്ട് പിടിച്ചിരിക്കും. അത് വളരെ നിർണായകമായി വരും. മനസ്സിലായില്ലേ? അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇപ്രാവശ്യത്തെ ഒരു ജയവും പരാജയവും വരുന്നത്. പിന്നെ ഫ്രാൻസിസ് ജോർജ് വളരെ അറിയപ്പെടുന്ന ഒരു നേതാവാണ്. അദ്ദേഹം വളരെയധികം പാരമ്പര്യമുള്ളൊരു നേതാവാണ്. കേരള കോൺഗ്രസിൽ പല വിഭാഗത്തിൽ അദ്ദേഹം മാറി നിന്നിട്ടുള്ള ആളാണ്, ഇടതും വലതും. അതെ, ഇപ്പം അദ്ദേഹം UDF-ന്റെ ഭാഗമായിട്ട് മത്സരിക്കുന്നു. പിന്നെ തോമസ് ചാഴിക്കാടൻ ഇപ്പോൾ കേരള കോൺഗ്രസ് LDF-ന്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അദ്ദേഹം ജയിച്ചത് UDF-ന്റെ സപ്പോർട്ടോട് കൂടിയായിരുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കാനുണ്ട്. എന്തായാലും നമ്മൾ ഈ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൻ്റെ സംബന്ധിച്ച കാര്യങ്ങൾ നമ്മൾ അവസാനിപ്പിക്കും. മാത്രമല്ല, ഈ സ്ഥാനാർത്ഥികളുടെ നിലവിൽ ഉള്ള പൊസിഷനാണ് നമ്മൾ ഈ പറഞ്ഞത്. അതെ, നിലവിലുള്ള പൊസിഷനാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് ഈ രാഷ്ട്രീയ പ്രത്യേകിച്ച് പ്രാദേശിക കക്ഷികൾ കൂടുതലായി മത്സരിക്കുന്ന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരപ്പോഴും നിലവിൽ എവിടെയാണ് എന്ന് നമുക്ക് പറയാനേ മാർഗമുള്ളൂ. യാതൊരു സ്ഥിരത അതിനകത്തില്ല. ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല. നമ്മുടെ രാഷ്ട്രീയം കൃത്യമായി മനസ്സിലാക്കുന്നവർക്ക് ഇത് മനസ്സിലാവും. അതല്ല, അന്ധമായ രാഷ്ട്രീയമുള്ളവർക്ക് ഇത് കുറ്റപ്പെടുത്തലാണെന്ന് തോന്നുകയും ചെയ്യും. അതിന് നമ്മൾ ഉത്തരവാദികളല്ല, അല്ലേ? കാരണം നമ്മൾ സത്യസന്ധമായ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ നമ്മൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. എനിവേ, കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരോട് നമ്മൾ ചോദിച്ചുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കുന്നു. ആരാകും നിങ്ങളുടെ MP?